സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയത്തിനപ്പുറം അറിയപ്പെടുന്നതും അല്ലാത്തതുമായ അടിയൊഴുക്കുകളുള്ള പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ ഉറപ്പിച്ച UDF ക്യാമ്പ്. എന്നാൽ ബൂത്തടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ശേഖരിച്ചപ്പോൾ UDFന് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതായി CPM കണക്കാക്കുന്നു. 1971 നിലവിലെ പാർലമെന്റ് മണ്ഡലം നിലവിൽ വന്നതു മുതൽ ഉരുക്കുകോട്ടയായ മണ്ഡലം ഇത്തവണയും വിജയമുറപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ച താനൂർ മണ്ഡലത്തിൽ ഇത്തവണ UDFന് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് UDF കണക്കാക്കുന്നത്. LDFന്റെ മറ്റു മണ്ഡലങ്ങളായ പൊന്നാനിയും തൃത്താലയും തവനൂരും LDFനെ തുണച്ചാൽ തന്നെ ലീഡ് നില 20,000 കവിയില്ലെന്നാണ് UDF കണക്കുകൂട്ടൽ. കോട്ടക്കലിലും തിരൂരങ്ങാടിയിലും തിരൂരിലും ഭൂരിപക്ഷം 1,00,000 കവിയുമെന്ന വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. തിരൂരങ്ങാടിയിലും തിരൂരും കോട്ടക്കലും താരതമ്യേന ഉയർന്ന പോളിംഗ് ശതമാനമുള്ളത് UDFന് ഗുണം ചെയ്യുമെന്നാണ് ഇലക്ഷൻ മാനേജർമാരുടെ റിപ്പോർട്ട്. ഇതനുസരിച്ച് ചുരുങ്ങിയത് 70,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനി വിജയമുറപ്പിക്കുമെന്നും സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം, വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും പിന്തുണ എന്നിവയെല്ലാം ചേർത്താൽ ഭൂരിപക്ഷം 1,00,000-ൽ കവിയുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ് ഉറച്ചു നിൽക്കുന്നത്. മുസ്ലിം ലീഗ് വിമതനായ KS ഹംസയിലൂടെ പൊന്നാനി മണ്ഡലത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാനായതിന്റെ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിനുള്ളത്. അവസാന ദിവസം വരെ താഴെത്തട്ടിൽ UDF സംവിധാനങ്ങൾ ചലിച്ചിട്ടില്ലെന്നത് CPMന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ബൂത്ത് കൺവീനർമാരിൽ നിന്ന് ശേഖരിച്ച കണക്കനുസരിച്ച് UDFന്റെ കോട്ടയിൽ ശക്തമായ മുന്നേറ്റം സാധ്യമായിട്ടുണ്ടെന്നാണ് CPM കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. പൊന്നാനിയും തൃത്താലയും ചേർന്ന് 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം CPM സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നാണ് CPM കണക്ക്. തവനൂർ, താനൂർ മണ്ഡലങ്ങളിൽ നിന്ന് 13,000 വോട്ട് ലീഡ് LDF സ്ഥാനാർത്ഥിക്ക് കണക്കാക്കുന്നു. അതേസമയം തിരൂരങ്ങാടി, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്ക് 45,000 വോട്ടിന്റെ ലീഡാണ് നൽകുകയുള്ളൂ എന്നും CPM ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ പ്രകാരം വിലയിരുത്തുന്നുണ്ട്. അതേസമയം വെൽഫെയർ പാർട്ടി, SDPI വോട്ടുകളും നിഷേധ വോട്ടുകളും ചേർന്നാൽ തന്നെ 20,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് നിലവിൽ മുസ്ലിം ലീഗിന് CPM കണക്കാക്കുന്നത്. എന്നാൽ സാമൂഹ്യ സംഘടനകളായ EK വിഭാഗം സുന്നികളിൽ നിന്നും ഗണ്യമായ ഒരു വിഹിതം വോട്ടും AP വിഭാഗം പിന്തുണയും ചേർന്ന് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന സൂചനകളിലാണ് CPM പ്രതീക്ഷ വെക്കുന്നത്. കോട്ടക്കൽ, തിരൂരങ്ങാടി, താനൂർ, തിരൂർ മണ്ഡലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ലഭ്യമാവുന്ന വോട്ടുകൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിന് ആക്കം കൂട്ടുമെന്നാണ് CPM പ്രതീക്ഷ. ഇത്തരം ഘടകങ്ങളെല്ലാം സമം ചേർന്നാൽ 25,000-നും 40,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിന് ചരിത്ര വിജയം നേടാനാവുമെന്ന പ്രതീക്ഷയും സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 15,000 വോട്ടെങ്കിലും അധികം നേടുമെന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. BJPക്ക് സ്വാധീനമുള്ള മേഖലയിലെല്ലാം ചിട്ടയായ പ്രവർത്തനം സംഘടിപ്പിക്കാനായതും പ്രചരണ സാമഗ്രികൾ ഉൾപ്പെടെ ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ടായിരുന്നതും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനായതും BJP ക്യാമ്പിൽ അസ്വാരസ്യങ്ങളില്ലാതിരുന്നതും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകങ്ങളാണ്. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.